ഉപ്പൂപ്പനോട് നല്ല പോലെ കൊണ്ടി വിളിക്കാൻ പറയാം നിന്റെ പേര്. നിനക്ക് പിന്നെ ഉപ്പൂപ്പ ഉണ്ടാവില്ലല്ലോ, കാരണം നിനക്ക് തന്നെ ഒരു 45 വയസ്സുണ്ട്. നിന്റെ ഉപ്പാക്ക് 90 ഉണ്ടാവും. പിന്നെ ഉപ്പാപ്പ എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. നീ കണ്ടിട്ടുണ്ടോ? ഒന്ന് കാണിക്കോ ആസനം? ഇവരല്ല കുണ്ടി അടിക്കാൻ പറഞ്ഞു കളപ്പൻ. അതെ ഞാനാണ്. ഈ 4 നാറികളെ ഏതാ? എടി ഇവരല്ലേ ഏതാ? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. ഇതാരാണ്? എടാ ഇത് മറ്റേ വളിവാണെന്ന്. ഏത് വളിവാണ്? ഞമ്മക്ക് അറിഞ്ഞൂടാ. എന്റെ പേരെന്തെന്ന്? എടാ എല്ലാത്തിനും അറിയാടാ, എന്റെ കാര്യം പറയാല്. എന്നിട്ട് എന്തോ അറിയാത്ത പോലെ. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ, കാള് തെറ്റി. പടച്ചോടാണ് മാമ, ഞമ്മക്ക് ചെയ്താൻ അറിഞ്ഞൂടാ. ഫാൻസ് ഉണ്ടാണെങ്കിൽ അതിനൊരു റേഞ്ച് വേണം മുത്തേ. ഒരു അത്യാവശ്യം പേര് പരിചയെങ്കിലും വേണം. തൊപ്പിന്നോ ചപ്പിന്നോ? ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. 4 മില്യൺ ഫോളോവേഴ്സ് ആണ്. 4 മില്യൺ ഉണ്ടാക്കണമെങ്കിൽ ആ ജീൻസ് ഇട്ട അറിയില്ലോടാ അറിയുന്നത്. നീയും നിന്റെ ഉപ്പിയും നിന്റെ ഉപ്പാപ്പിയും ഒന്നിച്ചിരുന്ന് കുണ്ടി ഒലിക്കാതെ നിൽക്കുന്ന 4 മില്യൺ കിട്ടൂല. ഇവനും ഇവന്റെ ഉപ്പയും ഇവന്റെ ഉപ്പൂപ്പ ഒക്കെ കുണ്ടിട്ട് കുലുക്കിയിട്ടും ഇവൻ MRS തൊപ്പിന്ന് അറിയുള്ളൂ. ഈ വാണത്തിന്റെ പേരറിയാൻ പാടില്ലായിരിക്കും. നിന്നെ 4 പേര് അറിയുമോടാ നാറി. അടിതാന്റെ ഗെയിമർ നെയ്മാണ്, ഞാൻ സ്ട്രീമർ. ഇവരേതാ ഇത് ഏതാണ്ട് 80s വേണം. അപ്പൊ ഞാൻ നിന്നെ പോലെ അമൽ രാജ് PP എന്ന് പേരിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കണമെന്നാ നീ പറയുന്നത്. നിന്റെ ഉപ്പൂപ്പനോട് നല്ല പോലെ കൊണ്ടി വിളിക്കാൻ പറയാം നിന്റെ പേര്. നിനക്ക് പിന്നെ ഉപ്പൂപ്പ ഉണ്ടാവില്ലല്ലോ, കാരണം നിനക്ക് തന്നെ ഒരു 45 വയസ്സുണ്ട്. നിന്റെ ഉപ്പാക്ക് 90 ഉണ്ടാവും. പിന്നെ ഉപ്പാപ്പ എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും. അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. 5 രൂപ കളിക്കാൻ പോകുന്നത്. 5 രൂപ എടുക്കാണ്ടേക്കാ. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ, എന്തിനാ കുനിഞ്ഞത്? ഇവൻ എവിടെയോ പേടിഎം മറ്റേ ആസനത്തിൽ ഒരു QR കോഡും വെച്ച നടക്കുന്നത്. അവിടെ കുണ്ടന്നൂർ പാലത്തിന് താഴെ ഒരു QR കോഡ് ഇല്ല, അത് ഇവന്റെ ആസനമാണ്. കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ QR കോഡും വെച്ചിട്ട് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇരിക്കുമ്പോ അതിന്റെ ഇപ്പുറത്ത് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരുന്നു. നീ ആള് കാണുന്ന പോലെ നല്ല സാഹിത്യകാരൻ തന്നെ. എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ അന്നെ ഒന്ന് വിളിക്കും. ഞാൻ കാര്യം ദയവ് ചെയ്ത് അന്നെ ഒന്ന് വിളിക്കും. ഞാൻ പറയട്ടെ, എന്നാ എന്നെ വിളിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് ലൈവായിട്ട് ഇരുന്ന് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും.